സുപ്രഭാതം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതുവത്സര ആശംസകൾ. അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും പോർഷൻസും ടൈം ടേബിളൊക്കെ കിട്ടി കാണുമല്ലോ. അപ്പോൾ നമ്മൾ അതിൻ്റെ അർത്ഥം എന്താ? ഇനി നമുക്ക് കളിച്ചിരിക്കാനുള്ള സമയമില്ല, പഠിക്കണം അല്ലേ? അപ്പോൾ നമ്മൾ ഞാൻ യാത്രാമൊഴി എന്ന പാഠം റിവിഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒഴിച്ച് ബാക്കി എല്ലാവരും ഞാൻ നിങ്ങൾക്ക് വായിച്ച് തന്നിട്ടുണ്ടായിരുന്നു. ഓർമ്മയില്ലേ എല്ലാവർക്കും? അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ചിലത് മാത്രം ഞാൻ നിങ്ങളോട് ചോദിക്കും കേട്ടോ, കിട്ടുന്നുണ്ടോ എന്നൊക്കെ അറിയണ്ടേ. പിന്നെ എന്നിട്ട് ക്വസ്റ്റ്യൻ ആൻസേഴ്സിലേക്ക് നമുക്ക് ഞാനൊന്ന് വായിച്ച് അതിൻ്റെ അർത്ഥം ഒന്നുകൂടി നിങ്ങൾക്ക് വിശദമാക്കിയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ അർത്ഥത്തിലെ കുറേ അർത്ഥം നമ്മൾ പഠിച്ചു അല്ലേ? കാടിന് കുറേ വിവിധ വാക്കുകൾ പഠിച്ചു. ഏതൊക്കെയാണ് കാടിന്? കാനനം, വനം, അരണ്യം ഒക്കെ പഠിച്ചു. ആരണ്യം ഇതൊക്കെ കാടിൻ്റെ പേരുകളാണ് അല്ലേ? കാടിന് പറയുന്ന വേറെ വാക്കാണ്, പേരാണ്. അപ്പോൾ മുൽപ്പാട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അർത്ഥമാണ് കേട്ടോ ഞാൻ ചോദിച്ചത്. മുൽപ്പാട് എന്ന് പറഞ്ഞാൽ മുമ്പ് അല്ലേ? തത്ര എന്ന് പറഞ്ഞാൽ അവിടെ. പിന്നെന്താണ് അർത്ഥത്തിൽ വരുന്നത്? ഏത് വാക്കുകളൊക്കെ അർത്ഥത്തിൽ വരുന്നത്? അർദ്ധം എന്ന് പറഞ്ഞാൽ പകുതി. ക്ഷണാർദ്ധം എന്ന് പറഞ്ഞാൽ എന്താണ്? നേർപകുതി. അർദ്ധം എന്ന് പറഞ്ഞാൽ പകുതി. ക്ഷണം അർദ്ധം എന്ന് പറഞ്ഞാൽ അരനിമിഷം അല്ലേ? പിന്നെ ഭുജിക്കുക, ഭക്ഷിക്കുക, ദണ്ഡധരൻ, കാലൻ, ആധി, ദുഃഖം. ഇതൊക്കെയാണ് അർത്ഥത്തിൽ. കുറേ അർത്ഥങ്ങളുണ്ട് കേട്ടോ, ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കുന്നതേ ഉള്ളൂ. വിപരീതം നമുക്ക് ആകെ ഒരെണ്ണേ ഉള്ളൂ. എന്താ വിപരീതത്തിലുള്ളത്? ഏതാണത്? സന്താപം എന്ന് പറഞ്ഞാൽ സങ്കടം. സങ്കടത്തിന് നേരെ വിപരീതമാണ് സന്തോഷം. പിന്നെ പര്യായ വരണേ. മകൻ്റെ പര്യായം എന്താണ്? പുത്രൻ, തനയൻ. പിന്നെ വീട് പര്യായം നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ ഒന്നും കൂടി ജസ്റ്റ് ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ കേട്ടോ. ഗൃഹം, ആലയം, ഭവനം, കുറേ പഠിച്ചിട്ടുള്ളത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ. കുറേ അർത്ഥങ്ങൾ, വിപരീതങ്ങൾ, സമാന പദങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് വീടിന്. പിന്നെ സമുദ്രം. സമുദ്രത്തിന് കടൽ എന്ന് പറയാം, ആഴി, സാഗരം എന്നൊക്കെ പറയാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം കേട്ടോ പര്യായത്തിൽ. പിന്നെ കാടിന് പര്യായം ഞാൻ പറഞ്ഞില്ലേ, കാനനം എന്ന് എഴുതാം, വനം എന്ന് എഴുതാം, അരണ്യം എന്ന് എഴുതാം, ആരണ്യം എന്ന് എഴുതാം. ഇഷ്ടമുള്ളത് എഴുതാം. നിങ്ങളുടെ മനസ്സിൽ എന്താ നിങ്ങൾക്ക് മനസ്സിൽ പതിഞ്ഞിട്ട് ഉള്ളതെന്ന് വിചാരിച്ചാൽ അത് നിങ്ങൾക്ക് എഴുതാം. പിന്നെ നോക്കൂ, ഒറ്റപ്പദമായിട്ട് ഞാൻ പറഞ്ഞത് ഏതാണ്? കേകയാപുത്രി കൈകേയി, ദശരഥൻ്റെ പുത്രൻ ദാശരഥി അല്ലേ? മിഥിലാപുത്രി മൈഥിലി. പിന്നെ ഏതാ ഒറ്റപ്പദം വരുന്നത്? എന്താണ്? ദണ്ഡം ധരിച്ചവൻ ദണ്ഡധാരി, പൂണൂൽ ധരിച്ചവൻ പൂണൂൽധാരി. പിന്നെ ഏതാണ്? ഒരെണ്ണം കൂടി ഉണ്ടല്ലോ, ഏതാണ്? എല്ലാവരും ടെക്സ്റ്റ് നോട്ട്ബുക്കൊക്കെ നിവർത്തി വെച്ചോളൂ കേട്ടോ, എന്നാലേ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഒന്നുകൂടി നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ പൂണൂൽ ധരിച്ചവൻ പൂണൂൽധാരി, ബാണം ധരിച്ചവൻ ബാണധാരി അല്ലേ? അപ്പോൾ നോക്കൂ, ഇനി നമുക്ക് നോക്കാനുള്ളത് ഉത്തരം എഴുതുകയാണ് അല്ലേ? 3 ഉള്ളൂ ഉത്തരം എഴുതുക കേട്ടോ. അതെല്ലാവരും ശ്രദ്ധിച്ചോളൂ. നോട്ട്ബുക്ക് നിവർത്തി വെക്കണം കേട്ടോ. അപ്പോൾ നോക്കൂ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ശ്രീരാമൻ അമ്മയോട് പറഞ്ഞത് എന്തെല്ലാം? എന്തൊക്കെയാണ് ശ്രീരാമൻ അമ്മയായ കൗസല്യാദേവിയോട് പറഞ്ഞത്? അതാണ് ക്വസ്റ്റ്യൻ. നോക്കൂ, ഇപ്പോൾ ഭക്ഷിക്കാൻ എനിക്ക് സമയമില്ല അമ്മേ, ഇപ്പോൾ ഭുജിപ്പാൻ അവസരമില്ലമ്മേ പറഞ്ഞത്. ഇപ്പോൾ എനിക്ക് ഭക്ഷിക്കാൻ സമയമില്ല അമ്മേ, പെട്ടെന്ന് വനവാസത്തിന് പോകണം, ക്ഷിപ്രമരണ്യവാസത്തിനു പോകണം. പെട്ടെന്ന് എനിക്ക് വനവാസത്തിന് പോകണം. 14 കൊല്ലം കാട്ടിൽ വസിച്ച് ഞാൻ തിരിച്ചു വരാം എന്നാണ് ശ്രീരാമൻ അമ്മയോട് പറഞ്ഞത്. 3 പോയിന്റ് ഉള്ളൂ കേട്ടോ. ഏതൊക്കെയാണ്? എന്താണ്? അമ്മേ, എനിക്ക് ഇപ്പോൾ ഭക്ഷിക്കാൻ സമയമില്ല അമ്മേ, എനിക്ക് പെട്ടെന്ന് വനവാസത്തിന് പോകണം, 14 കൊല്ലം കാട്ടിൽ താമസിച്ച് ഞാൻ തിരിച്ചു വരാം എന്നാണ് ശ്രീരാമൻ കൗസല്യയോട് പറയുന്നത്. അടുത്ത് നോക്കൂ, കൗസല്യ ശ്രീരാമനോട് എന്തെല്ലാം പറഞ്ഞു? അപ്പോൾ ശ്രീരാമൻ കൗസല്യയോട് പറഞ്ഞതാണ് നമ്മളിപ്പോൾ പഠിച്ചത്. നേരെ കൗസല്യ ശ്രീരാമനോട് പറഞ്ഞത് എന്തെല്ലാം എന്നുള്ളതാണ്. നോക്കൂ, നീ കാട്ടിലേക്ക് പോകുമ്പോൾ എന്നെ കൂടി കൊണ്ടുപോകണം, നിന്നെ പിരിഞ്ഞ് അരനിമിഷം
പോലും എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല. അതാണ് അമ്മ പറഞ്ഞത്. എന്താണ്? നീ കാട്ടിലേക്ക് പോവുകയാണെങ്കിൽ എന്നെ കൂടി കൊണ്ടുപോകണം. നിന്നെ പിരിഞ്ഞ് അരനിമിഷം പോലും എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്നാണ് കൗസല്യ ശ്രീരാമനോട് പറഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. മൽപിതാ 2 വരം കൊടുത്തിടിനാൻ. അത് എന്താ ക്വസ്റ്റിൻ്റെ അർത്ഥം? മൽപിത എന്നാണ് എൻ്റെ പിതാവ് 2 വരം കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. എന്താണ് ആ 2 വരങ്ങൾ? എന്തൊക്കെയാണ് നോക്കൂ. ഒന്ന്, ഭരതനെ രാജാവായി വാഴിക്കുക എന്നുള്ളതും മറ്റേത് രാമനെ 14 കൊല്ലം വനവാസത്തിന് അയക്കുക എന്നുള്ളതുമാണ് വരങ്ങൾ. അപ്പം എന്തൊക്കെയാണ്? ഒന്ന്, ഭരതനെ രാജാവായി വാഴിക്കുക എന്നുള്ളതും മറ്റേത് രാമനെ 14 കൊല്ലം വനവാസത്തിന് അയക്കുക എന്നുള്ളതുമാണ് വരങ്ങൾ. അപ്പോൾ ഇതാ വളരെ എളുപ്പമുള്ളൊരു പാഠമാണ് കേട്ടോ. കഥ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. പക്ഷെ അർത്ഥങ്ങളൊന്നും കുറച്ച് നിങ്ങൾ പരിചയമില്ലാത്ത കുറച്ച് പദങ്ങളാണ്. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാക്കി നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം വാചകത്തിൽ എഴുതാൻ സാധിക്കും. പക്ഷെ എഴുതുമ്പോൾ അക്ഷരത്തെറ്റില്ലാണ്ട് എഴുതണം എന്നേ ഉള്ളൂ. ഇതിലുള്ളതുപോലെ തന്നെ എഴുതണം എന്നൊന്നുമില്ല. പക്ഷെ എഴുതുമ്പോൾ അക്ഷരത്തെറ്റില്ലാണ്ട് നിങ്ങൾക്ക് ഓൺ വേർഡ്സിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുവെച്ചാൽ അങ്ങനെ എഴുതിക്കോളൂ. ഒരു പ്രശ്നവുമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ പാഠത്തിൽ റിവിഷൻ നമ്മുടെ കഴിഞ്ഞു. അപ്പം ഇനി അടുത്ത ഒരു റിവിഷൻ ചെയ്യാനുള്ളത് ഒരു വിദ്യാലയകഥയാന്ന് തോന്നുന്നു. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഞാനൊന്ന് നന്നായിട്ട് ഇതുപോലെ പറഞ്ഞു തരാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.